ഈ മാവോയിസ്റ്റുകളുടെ എലിമിനേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന മറ്റൊരു വിഭാഗം രാജ്യത്തെ മതപരിവർത്തന ലോബികളാണ്. കാരണം ഇവർക്ക് ഇന്റർനാഷണൽ സഹായം ലഭിക്കുന്നുണ്ട്. അതായത് ഈ മാവോയിസ്റ്റുകൾക്ക് ഇന്റർനാഷണൽ സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള ആരോപണം നേരത്തെ തന്നെ വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ടീംസ്, അതായത് ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ ഇവരെ പലപ്പോഴും സഹായിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിനൊരു ഉദാഹരണം തന്നെയുണ്ട്. കാരണം ഈ പറയുന്ന വിദൂര മേഖലകൾ, ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന മാവോയിസ്റ്റ് കൺട്രോൾ റീജിയനിൽ പോലും ഇവർക്ക്, അതായത് ഈ മതപരിവർത്തന ലോബികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു. ഒഡീഷയിലാണെങ്കിലും അതുകൂടാതെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇവിടെയുള്ള മാവോയിസ്റ്റ് കേന്ദ്രീകൃത പ്രദേശങ്ങൾ, മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ജില്ലകളിലൊക്കെ ഇവരുടെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. ആ രീതിയിലുള്ള മതപരിവർത്തന ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. മതപരിവർത്തനം വ്യാപകമായി നടന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ജില്ലകളെല്ലാം, ഇന്ത്യയുടെ കിഴക്കൻ ജില്ലകളും കിഴക്കൻ സംസ്ഥാനങ്ങളുമെല്ലാം. അപ്പോൾ അവിടെയെല്ലാം ഇവരുടെ ഒരു സാന്നിധ്യത്തിന് ഒരു മുതൽക്കൂട്ടായി നിന്നിരുന്നത് മാവോയിസ്റ്റുകളുടെ ഒരു നിയന്ത്രണമായിരുന്നു. പലപ്പോഴും മാവോയിസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് അയൺ കട്ടനൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോലും ഈ മിഷനറിമാർക്ക് കടന്നു ചെല്ലാനും അവിടെ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതായത് മാവോയിസ്റ്റുകൾ ഒരിക്കലും ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ ഒരു നീക്കവും നടത്തിയിട്ടില്ല. അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സാധാരണക്കാരെ വധിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ മിഷനറിമാരെ വെറുതെ വിടുന്ന ഒരു സമീപനമായിരുന്നു മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്.